ശ്രീ ജോർജ് ജോസഫ്, അതായത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ ഭാഗമായി പുറത്തു വരുന്നത് സ്വാഭാവിക മരണമാണ്, ദുരൂഹതകളൊന്നുമില്ല, ശരീരത്തിൽ പരുക്കില്ല, മുറിവില്ല എന്നാണ്. എന്താണ് പ്രതികരണം? അല്ല, ഇത് തന്നെ ഞാൻ നേരത്തെ സംശയിച്ച് പലരും അത് വലിയ വിവാദമാക്കി. കാരണം സമാധിയെ പറ്റി കേരളത്തിലുള്ളവർക്ക് അറിയില്ല. ശ്രീനാരായണ ഗുരുവിന്റെ കാലഘട്ടത്തിലെ മുമ്പിലൊക്കെയാണ് സമാധി. ഇപ്പൊ അത് പറഞ്ഞപ്പം വളരെ ഇന്ത്യയുടെ സാംസ്കാരികമായ ഒരു ഹിന്ദുയിസത്തിലുള്ളതാണ്. മരണാസന്നായ സ്വാമിമാരൊക്കെ അവർ സമാധിയിലേക്ക് പോകും. അതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല. കാരണം ഈ സ്വാമി നേരത്തെ ചില കേസിലൊക്കെ പ്രതിയാണെങ്കിലും കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഒരു സിദ്ധനാണ്, അതിലെ സ്വാമിയായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഇന്ത്യയുടെ ഹിന്ദുയിസത്തിൽ വിശ്വസിച്ച് അദ്ദേഹം മരണാസന്നനായപ്പം സമാധിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അത് പത്മാസനത്തിലാണ്. അത് ഞാൻ തുടക്കത്തിൽ തന്നെ അത് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടേയിരുന്നത്. കാരണം അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്, ബിസിയിലുള്ള സംസ്കാരമാണ്. അതുകൊണ്ട് അത് ഇതുവരെ കേട്ടിടത്തോളം പരിക്കൊന്നുമില്ല. അത് കല്ലറ പൊളിച്ചപ്പം തന്നെ അദ്ദേഹം സമാധിയിൽ ആയിരിക്കുന്നത് പത്മാസനത്തിലാണ്. അപ്പൊ അത് മരണത്തിൽ എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു പലരും മോശമായ രീതിയിൽ പ്രതികരിച്ചതും എനിക്കറിയാം. പക്ഷേ ഇന്ത്യയിലെ ഞാൻ അപ്പോൾ എടുത്തു പറഞ്ഞു, ലോകത്തില് എത്ര ശാസ്ത്ര പുരോഗതി ഉണ്ടായാലും ഇന്ത്യൻ പൈതൃകം അനുസരിച്ച് നമ്മൾ ഹിന്ദുയിസത്തിലും പിന്നീട് വന്ന ജൈനമതം, അതിനുശേഷം വന്ന ബുദ്ധമതം, അതിനുശേഷം വന്ന ഇവിടുത്തെ പഞ്ചാബികളുടെ സിഖ് മതം, ഈ പല യോഗികളും സ്വാമികളും എല്ലാം അവര് ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ച് സമാധി മരിക്കാറാകുമ്പോൾ അറിയാം അവർക്ക്. നമുക്കൊക്കെ അറിയാം, മരണത്തിലോട്ട് അടുക്കുമ്പം എല്ലാ മനുഷ്യനും അറിയാം 1-2 ദിവസത്തേക്കുള്ളിൽ സർവൈവ് ചെയ്യില്ല എന്ന്. അത് ആ പാരമ്പര്യമാണ് ഇന്ത്യയുടെ. അപ്പൊ അങ്ങനെ സമാധി അറിയും. സമാധി കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് കൂടി ഉണ്ട്. അത് ശ്രീബുദ്ധൻ പറഞ്ഞതാണ്, നിർവ്വാണം. അവസാന ശ്വാസം വിട്ട് കഴിയുമ്പോൾ ആ ആത്മാവ് അന്തരീക്ഷത്തിൽ ലയിക്കും എന്നാണ് ഇന്ത്യയുടെ സങ്കല്പം. അതനുസരിച്ച് നിർവ്വാണത്തിലേക്ക് പോകുമെന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല. അതിന് ശാസ്ത്രീയ വശമില്ല. വലിയ ഈ ആധുനിക ചിന്തകളിലെ കുടുംബ പാരമ്പര്യം പലർക്കും ഇല്ല. രണ്ടാമത് കുടുംബത്തിലെ വിശ്വസിക്കുന്നില്ല. അപ്പനും അമ്മയും രണ്ട് തട്ടിലെ 2 സ്ഥലങ്ങളിൽ ആ ബന്ധങ്ങളൊന്നും അത്ര മെച്ചമല്ല. അങ്ങനെയുള്ളവരാണ് ചിന്തിക്കുന്നത് അവസാന കാലഘട്ടത്തിൽ പിതാവായാലും അമ്മയായാലും ബന്ധുക്കളായാലും അമ്മാവന്മാരായാലും മരണാസന്നനാകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവർക്കറിയാം മരണം തന്നെ അടുത്ത് എത്തിയിരിക്കുന്നു. അവർ ഭക്ഷണം ഉപേക്ഷിക്കും. പല ഈ സ്വാമിയുടെ ഒരു സ്വാത്വികനാണ്. അതിന് ചുറ്റുള്ളൊരു പറച്ചിലൊക്കെ ഞാൻ കേട്ടു. അപ്പം ഞാൻ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചതാണ്. അത് പത്മാസനത്തിൽ ഇരിക്കുന്നു എന്ന് കണ്ടപ്പം ഒട്ടും സംശയം എനിക്ക് വന്നില്ല. പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പത്മാസനത്തിലാണ് അദ്ദേഹം അവസാനത്തെ ശ്വാസം വിട്ടതെന്ന് എനിക്ക് മനസ്സിലായി. അതെന്തായാലും ഇപ്പം നല്ല കാര്യം. അത് ഞാൻ അതിനിടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞു. ആൾക്കാർ വ്യത്യസ്തമായി ചിന്തിച്ചും ഈ രീതിയിലൊക്കെ വന്നെങ്കിലും, പക്ഷേ സാർ, ഇതൊക്കെ വേണ്ടിയിരുന്നില്ലേ? അതായത് നമുക്ക് മറുവശത്ത് വലിയൊരു നിയമ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശരിയിലേക്ക് ഇഴകീറി പോകേണ്ടിയിരുന്നത് തന്നെയല്ലേ? അല്ല, അത് ആ വീട്ടുകാർക്ക് പറ്റിയൊരു മണ്ടത്തരമാണ്. കാരണം പത്മാസനത്തിൽ നിന്ന് ഒരാൾ മരിക്കുമ്പം അതിന് സാക്ഷികൾ വേണം. അല്ലെങ്കിൽ അയൽവക്കക്കാരെ ആരെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. ആ നാച്ചുറൽ ഡെത്ത് ആണെന്ന് പറയാം. അതൊരാളുടെ സ്വാതന്ത്ര്യമാണ്. എങ്ങനെ ഞാൻ മരിക്കും, അവസാന ശ്വാസം എങ്ങനെ വിടും, അതൊക്കെ നമ്മുടെ സ്വാധീനത്തൊന്നും നിയമപരമായിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മതത്തിനകത്തോട്ടൊന്നും ഭരണഘടന അല്ലെങ്കിൽ ജുഡീഷ്യറി ഒന്നും കയറി ഒന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് പറ്റിയൊരു പറ്റായിപ്പോയി. ആ മരണാസന്നനായ സമയത്ത് 3-4 പേരെ വിളിച്ചു നിർത്തണമായിരുന്നു. എന്നാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ല. മരണം അവർ കണ്ടു. അതൊരു തല്ലിക്കൊന്നതോ അത് അടിച്ചു കൊന്നതോ അദ്ദേഹത്തിനെ അവഹേളിച്ച് അല്ലെങ്കിൽ വലിച്ചഴിച്ചു കൊന്നതോ ഒന്നും അല്ല എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു മരണമാണെന്ന് എനിക്ക് തുടക്കം മുതലേ തോന്നി. അതനുസരിച്ചാണ് ഞാൻ പ്രതികരിച്ചുകൊണ്ടിരുന്നത് തന്നെ. എന്തായാലും അത് നല്ല കാര്യം. തീർച്ചയായിട്ടും അവർ 41 ദിവസം കഴിയുമ്പം പുണ്യമായ ആ ഒരു ഏരിയ അതിന് വ്യത്യാസം വരും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തോളെന്നൊക്കെ അവർ പറഞ്ഞത് അവരുടെ മതവിശ്വാസമാണ്. പക്ഷെ ഇവിടെ ഏതായാലും ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് നല്ല കാര്യം വരട്ടെ. അതിന്റെ ഒരു റിസൾട്ട് വരാൻ പോകുന്നത് ആ സ്വാമി ഒരു വലിയ ഒരു ആത്മീയ ഗുരുവായ സ്വാമി തന്നെയാണ് എന്ന് പരക്കെ വരുമ്പം ഞാൻ പറഞ്ഞു അവിടെ വ്യത്യാസം വരും. അവിടെ ശിവൻ കോവിലുണ്ട്,
അവിടുത്തെ ആ നാടിനുമൊക്കെ വളരെ വ്യത്യാസം വന്നു. വളരെയധികം ആൾക്കാർ ആ അമ്പലം പരിസരത്ത് എത്തിച്ചേരും എന്നാണ് ഞാൻ കരുതുന്നത്.